CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്ക് ഇന്ന് രാജ്യം അവസാനവട്ട യാത്രയയപ്പ് നൽകുന്ന ദിവസമാണ്. ഇന്നലെ ഡൽഹിയിലെ വസതിയിലെത്തിച്ച മൃതദേഹം ഇന്ന് രാവിലെ 11 മണിയോടെ പൊതുദർശനത്തിനായി AKG ഭവനിലേക്ക് കൊണ്ടുപോകും. വിലാപയാത്രയാണ് മൃതദേഹം AKG ഭവനിലേക്ക് എത്തിക്കുക. രാഷ്ട്രീയ നേതാക്കൾക്കും പൊതുജനങ്ങൾക്കും ഇവിടെ പൊതുദർശനം അനുവദിക്കും. ഷംന വിവരങ്ങൾ പങ്കുവെക്കും. ഷംന, 11 മണി മുതലാണ് പ്രധാനപ്പെട്ട നേതാക്കൾ ഒരുപാട് പേർ എത്തും യെച്ചൂരിയെ അവസാനമായി കാണാൻ. മറ്റ് വിശദാംശങ്ങൾ എന്താണ്? രഞ്ജിത്ത്, ഇന്ന് അവസാനമായി രാജ്യം യെച്ചൂരിക്ക് വിലാപയാത്ര നൽകുകയാണ്. ഇന്ന് 5 മണി വൈകിട്ടോടുകൂടി തന്നെ എയിംസിലേക്ക് കൊണ്ടുപോകും. AKG ഭവനിൽ എത്തിച്ച ശേഷം പൊതുദർശനത്തിന് ശേഷം വിലാപയാത്ര നൽകി വൈകിട്ടോടുകൂടി തന്നെ എയിംസിലേക്ക് കൊണ്ടുപോകും. ഇപ്പോൾ യെച്ചൂരിയെ ഡൽഹിയിൽ നിന്നും വീട്ടിൽ നിന്നും പുറത്ത് ഇറക്കുകയാണ്. ഇങ്ങോട്ട് AKG ഭവനിലോട്ട് കൊണ്ടുവരികയാണ്. അതിനുശേഷം പൊതുദർശനത്തിന് ശേഷമായിരിക്കും വൈകിട്ടോടുകൂടി തന്നെ എയിംസിലോട്ട് മെഡിക്കൽ വിദ്യാർത്ഥികൾക്കുള്ള പഠനത്തിന്, അവരുടെ ശാസ്ത്രീയമായ പഠനത്തിന് വേണ്ടിയിട്ട് ഭൗതിക ശരീരം വിട്ടു നൽകും. അത് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം തന്നെയായിരുന്നു. അത് പ്രകാരമാണ് ഭൗതിക ശരീരം വിട്ടു നൽകുന്നത് പഠനത്തിന് വേണ്ടിയിട്ട്. എന്തായാലും ഇന്നലെ JNUവിൽ നമ്മുടെ ഡൽഹിയിൽ മുഖ്യമന്ത്രിയും ഗവർണറും മറ്റ് ദേശീയ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ എത്തിയിരുന്നു. ബൃന്ദ കാരാട്ട്, പ്രകാശ്, എല്ലാവരും എത്തിയിരുന്നു. ബൃന്ദ കാരാട്ടിൻ്റെയൊക്കെ ഒരു JNU പഠനകാലം മുതലുള്ള സുഹൃത്തുക്കളാണ്. അപ്പോൾ ആ ഒരു വേദനയും അവർ പങ്കുവയ്ക്കുകയുണ്ടായി. എന്തായാലും ഇന്നലെയും ഇന്നുമൊക്കെയായി ആ പൊതുദർശനത്തിൽ ഇന്നലെ ഡൽഹിയിൽ എത്തിച്ചപ്പോഴും JNU ക്യാമ്പസിൽ ആ സമയത്ത് നല്ല മഴയായിരുന്നു. പക്ഷേ അതിനെ പോലും അവഗണിച്ചുകൊണ്ടാണ് അവസാനമായി ഒരു ലാൽ സലാം പറയാൻ, അല്ലെങ്കിൽ യെച്ചൂരിക്ക് ഒരു യാത്രയയപ്പ് കൊടുക്കാൻ അവിടെ അത്രയും ജനങ്ങൾ, വിദ്യാർത്ഥി സംഘടനകൾ ഉൾപ്പെടെയുള്ളവർ എത്തിച്ചേർന്നിരുന്നത്. ഇന്നും അങ്ങനെ തന്നെ AKG ഭവനിൽ ഇന്ന് അങ്ങനെ തന്നെ ഒരു കാഴ്ചയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നതും. അങ്ങനെ തന്നെ ആയിരിക്കും. രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ, പൊതുജനങ്ങളെല്ലാം എത്തിച്ചേരും. അതിനുശേഷം എയിംസിലോട്ട് ഇന്ന് വൈകിട്ട് തന്നെ തിരിച്ചെത്തിക്കും. രഞ്ജിത്ത്, ഷംനയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.